ഹായ് നമസ്കാരം. അസ്സലാമു അലൈക്കും. ഷെയ്ഖാദ. വെൽക്കം ബാക്ക് ടു ഷെയ്ഖാദ ഹോം ഷെഫ്. എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക തരം, അതായത് പഴയ തലമുറകൾ, നമ്മുടെയൊക്കെ ഉമ്മാമാരും നമ്മുടെയൊക്കെ പഴയ കാലത്ത് ഉണ്ടാക്കി തന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പായസമാണിത്. നമ്മുടെ നാടൻ പച്ച നെല്ല് കുത്തി എടുത്ത അരിയുടെ പായസം. ഇന്നല്ലേ നമ്മൾ പായസങ്ങൾ പല രീതിയിൽ പെട്ടെന്നുണ്ടാക്കുന്ന റെഡി ടു കുക്കും അങ്ങനെ തോന്നുന്ന കുറേ പായസ മിക്സുകളും അല്ലാതെയുള്ള കുറേ പായസങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടല്ലോ. പക്ഷേ നമുക്ക് പണ്ട് കാലത്ത് ആദ്യമായിട്ട്, അതായത് 65, 70, 75 കാലഘട്ടത്തിലൊക്കെ നെല്ലിൻ്റെ അന്നെല്ലാം എല്ലാവരും നെല്ല് കുത്തി അരി എടുക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും അല്ലെങ്കിൽ കടയിൽ നിന്ന് തന്നെ നെല്ല് കുത്തി അരി വാങ്ങി പായസം വെച്ചാണ് പണ്ടൊക്കെ പായസം തന്നെ കുടിച്ചിട്ടുള്ളത്. അപ്പം ഇന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലൊരു പഴയകാല ഓർമ്മകളാവാം. നമുക്ക് ഇങ്ങനൊരു പായസം വെച്ചിട്ട് കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് ശരിക്കും ഫീൽ ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം നമുക്ക് സ്വലാത്ത് മജ്‌ലിസ് ഉണ്ടായിരുന്നു. അതായത് വെള്ളിയാഴ്ചൻ്റെ കൊച്ചുമോൻ്റെ പിറന്നാളായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ വിശേഷം ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസവും അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പായസമായിട്ടോ മറ്റെന്ത രീതിയിലെങ്കിലും നമ്മൾ സ്വലാത്തിന് അവിടെ നമ്മളൊരു എല്ലാവർക്കും കൊടുത്ത് ദുആ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണത്. പക്ഷേ അതിന് വേണ്ടി ഞാൻ വലിയൊരു വലിയൊരു അലുമിനിയം കലമാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പായസത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കലത്തിൽ ശർക്കര പാനി കാച്ചാൻ വേണ്ടി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. രണ്ടും വിറകടുപ്പിൽ വെളിയിലാണ് നമ്മളിതെല്ലാം കുക്ക് ചെയ്യുന്നത്. വലിയ കലമായിട്ട് നമുക്ക് ഗ്യാസിലും ചെറിയ അടുപ്പിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുറത്ത് വലിയ അടുപ്പിൽ വിറകടുപ്പിൽ വെക്കുന്നതാണ് ഒരു പ്രത്യേക ഒരു ഭംഗിയും കാണാൻ നല്ല ഭംഗിയും രുചിയും എല്ലാം വല്ലാത്ത മനസ്സിനൊരു തൃപ്തിയാണ് നമുക്ക് ഇങ്ങനെയെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേ. ഇതാണ് നമ്മുടെ മെയിൻ താരം, നമ്മുടെ നെല്ല് കുത്തിയ അരിയാണ്. ഇൻഷാ അല്ലാഹ് ഈ അരിയുടെ ആ ഒരു തവിട് ഒന്നും കളയാത്ത രീതിയിൽ നെല്ല് കുത്തി എടുത്തിട്ടുള്ളതാണ്. അതിനാണ് പ്രത്യേക ടേസ്റ്റും ഗുണവും. നമ്മൾ ഇപ്പോൾ തവിടുള്ള അരി, ഇങ്ങനെയുള്ള അരികൾ നമ്മൾ വാങ്ങി കഴുകിയെടുക്കുമ്പോൾ തന്നെ, കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തവിടെല്ലാം പോയി ശരിക്കും മറ്റ് കളറൊക്കെ ചേർത്തിട്ടുള്ള അരികളായിരിക്കും കൂടുതലും. വെറും വെളുത്ത അരി കിട്ടും. നമുക്ക് നെല്ല് കുത്തിയെടുക്കുമ്പോൾ അത്രയും പ്യുവറായിട്ടുള്ളത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടുന്ന നട്ട്സുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്തിടാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, കപ്പലണ്ടിപ്പരിപ്പ് അതെല്ലാം സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി കാച്ചിയത് അത് റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇങ്ങനെയുള്ള പായസങ്ങളൊന്നും അവരാരും കുടിച്ചിട്ടുണ്ടാവില്ല. കാരണം അവരൊക്കെ ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഒരുപാട് സമയമെടുത്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു പായസം, കൂടുതലും വെർമസലി പോലുള്ള എളുപ്പത്തിലുണ്ടാക്കാവുന്ന സംഭവങ്ങളാണല്ലോ ഇപ്പോൾ മക്കളെല്ലാം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം നമുക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വല്ലാതൊരു നൊസ്റ്റാൾജിയെന്ന്, നമ്മുടെ ഉമ്മമാരുടെയൊക്കെ അവരൊക്കെ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഒരു ഓർമ്മകൾ മനസ്സിലിങ്ങനെ ശരിക്കും വരുന്നത് കൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഈ പായസത്തിന്. ഇപ്പം ഞാൻ അരി അളന്ന് എടുത്ത് കഴുകി ഒരു 3.5 പക്ക അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 കിലോ അരിയാണ്. അത് നന്നായിട്ട് കഴുകിയെടുത്ത് പായസത്തിൻ്റെ വെള്ളം നല്ല തിളച്ച് വന്നതിന് ശേഷമേ ഈ അരി ഇടാവൂ. അപ്പോൾ അരിയെല്ലാം നന്നായിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ചേർക്കാം. ഇനി ആ വേകുന്ന സമയത്ത് നമുക്ക് നട്ട്സ്, ഇപ്പോൾ കപ്പലണ്ടിയുടെ തൊലി ഫുള്ളും നമുക്ക് കളഞ്ഞെടുക്കണം. അതിൽ ഒരു മുറത്തിലേക്ക് ഇട്ടിട്ട് ആ തൊലിയെല്ലാം നന്നായിട്ട് അതിൻ്റെ പാറ്റിയെടുക്കണം. തൊലിയെല്ലാം എടുത്ത് നന്നായിട്ട് ഇപ്പോൾ മുറത്തിലിട്ട് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് പാറ്റിയെടുത്ത് നല്ല വെളുത്ത കപ്പലണ്ടിയാക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഇനി നമുക്ക് ഈ നട്ട്സെല്ലാം ഈ സമയത്ത് നമുക്ക് നട്ട്സെല്ലാം ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പി വെച്ചിട്ട് കുറച്ചധികം നെയ്യ് ഒഴിച്ച്, അതായത് എല്ലാ നട്ട്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്നുള്ള നെയ്യ് ഒഴിക്കണം. എന്നിട്ട് 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് വറുത്തെടുക്കാം.
ഫസ്റ്റ് കാഷ്നട്ട് വറുത്തെടുത്തതിന് ശേഷം മറ്റെല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ പായസം ഉണ്ടാക്കി കുടിച്ചിട്ടുള്ളവരാരൊക്കെയുണ്ട്? ഇങ്ങനെ ഇപ്പോഴും ഈ രീതിയിൽ പായസങ്ങൾ ഇഷ്ടമുള്ളവരാരൊക്കെയുണ്ട്? ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ ചെയ്ത് കുടിക്കാറുണ്ടോ നിങ്ങളൊക്കെ? പിന്നെ അതിനൊരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടി ലാസ്റ്റ് ചുക്കും ഏലക്കായും കൂടെ നമ്മൾ പഞ്ചസാരയിൽ പൊടിച്ച് ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടുന്ന് പൊടിക്കുന്നത് ഇതെല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എല്ലാം ഞാൻ വറുക്കാനുള്ളതെല്ലാം വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ അരിയുടെ ആ ഒരു പാകം നോക്കിയിട്ടുണ്ട്. നന്നായിട്ടെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് 3 കവർ പാലാണ് ഒഴിക്കുന്നത്. ഒരു 1.5 ലിറ്റർ പാല്, കവർ പാലാണ്. കവർ പാലോ പശുവിൻ പാലോ എന്ത് വേണം ഒഴിക്കാം, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കവർ പാലില്ല, ഫുള്ളും തേങ്ങാപ്പാലിന് മാത്രമാണെങ്കിലും ചെയ്യാം. ഞാനൊരു 4-5 തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം അത് കുറച്ചധികം അരി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി പാൽ കുറച്ച് നല്ല തിക്കായി നല്ല സ്ട്രോങ്ങും തിക്കും ആയിരിക്കാൻ വേണ്ടിയിട്ട് പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് പച്ച മടലാണ്. നമ്മുടെ മടലറിയാമല്ലോ, തെങ്ങിൻ്റെ ചെറിയ കട്ടി കുറഞ്ഞ ചെറിയ മടൽ വെട്ടി വൃത്തിയാക്കി കഴുകി എടുത്തതാണ് ഇത് വെച്ച് ഇളക്കുന്നത്. അതായത് നമ്മൾ സ്പൂണൊന്നും ഇതിനകത്ത് ഇറങ്ങില്ല. വലിയ ഇപ്പോൾ തവിയായാലും സ്പൂണായാലും ഈ വലിയ കലത്തിലിട്ട് ഫുള്ളായിട്ട് ഇളക്കി എടുക്കണമല്ലോ. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയല്ലേ, പച്ച മടലും ഒക്കെ വെച്ചിട്ടാണ് വലിയ പാത്രത്തിൽ ചോറ് വയ്ക്കുന്നതും എല്ലാത്തിനും ഇളക്കുന്നത്. ഈ സംഭവമാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ഇതാകുമ്പോൾ കറക്റ്റ് നമുക്ക് ഫുള്ളായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ശർക്കര പാനി കാച്ചി ഇതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു മധുരത്തിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള ഒരു സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ അല്പം കുറച്ച് ചവ്വരി കൂടി കുതിർത്ത് വെച്ച് വേവിച്ചതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഒഴിക്കുന്നത്. എല്ലാം കൂടി ചേരുമ്പോഴാണ് ആ പായസത്തിന് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും എല്ലാം നല്ലതായിരിക്കുമല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ, മിൽക്ക് മെയ്ഡും എല്ലാം ചേർത്ത്. ഇപ്പോൾ ഞാൻ 1-ാം പാൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഒഴിക്കുന്നില്ല. കാരണം ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ആവശ്യത്തിനായിട്ടുണ്ട്. പാലും മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ ചേർത്തപ്പോൾ കറക്റ്റ് തിക്നെസ് ആയിട്ടുണ്ട്. ഇനി കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. അതായത് 2-ാം തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല. ഫസ്റ്റ് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ചുക്കും ഏലക്കയും കൂടെ എടുത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് അതും കൂടെ അതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫിനിഷിംഗ് ആയി. നമ്മുടെ പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് അത് ഫുള്ളും അതിലേക്ക് ഇടാം. കുറച്ചധികം വേണമല്ലോ, അപ്പം അത്രയും അതിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 പേർക്ക് കൂടുതൽ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പായസമാണ്. പള്ളിയിലൊരു 60-70 പേരുണ്ടാവും. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഇപ്പോൾ രാത്രിയിൽ എല്ലാ വീടുകളിലും ഇതൊക്കെ കൊണ്ട് കൊടുത്തു. അയൽ വീട്ടിലും റിലേറ്റീവ്സ് വീട്ടിലൊക്കെ അടുത്തുള്ളവർക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. നല്ല ഈ ഒരു പായസം എല്ലാവർക്കും, പ്രത്യേകിച്ചും നമ്മൾ നേർച്ച പോലെ പള്ളിയിൽ കൊടുക്കുന്നതിൻ്റെ ആ ഒരു പങ്ക് നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് അയൽക്കാർക്ക് കൊടുക്കണമല്ലോ. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഇപ്പം ഞാൻ നട്ട്സും എല്ലാം ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. നെയ്യും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുമല്ലോ. ഇതിപ്പോൾ നമ്മൾ കനലെല്ലാം വിറകടുപ്പിൽ കനലെല്ലാം മാറ്റിയതിന് ശേഷം പള്ളിയിൽ കൊണ്ടു കൊടുക്കാറുള്ള പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റുന്നുണ്ട്. 2 വലിയ ബിരിയാണി പോട്ടിലേക്കാണ് മാറ്റിയത്. കൈ പിടിച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ഒരു പാത്രം എടുത്തു വെച്ചത്. അല്ലെങ്കിൽ പിടിയുള്ള ഏതെങ്കിലും വലിയ പാത്രങ്ങൾ എടുക്കാം. ഇപ്പം ഞാൻ ഇതാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് കുടിച്ചതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കെ, താങ്ക് യു.